കർത്താവിന്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും കരുണയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദൈവം എല്ലാ ദിവസവും നമ്മോട് കൂടെയിരിക്കും. അവിടുത്തെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമാണ്. രാവിലെ അവിടുത്തെ ദയം, രാത്രി തോറും അവിടുത്തെ വിശ്വസ്തതയെ വർണ്ണിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ട മുൻപോട്ട് പോകണം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിർത്താൻ ദൈവത്തിന്റെ സർവായുധ വർഗ്ഗത്തിരിക്കും. നിങ്ങൾ സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ല. പ്രിയരെ, സകലത്തെയും ജയിക്കാൻ ദൈവകൃപ ഈ ദിവസങ്ങൾ ഏറ്റെടുക്കണം. നമ്മെ വീണ്ടെടുത്ത, നമ്മെ രക്ഷിച്ച കർത്താവിനെപ്പോഴും നന്ദി പറയാനും അവിടുത്തെ ഇഷ്ടം ചെയ്യാനും നമ്മൾ തയ്യാറാവണം. ദൈവേഷ്ടം ചെയ്ത് വേണം വാഗ്ദത്തം പ്രാപിപ്പാൻ. ദൈവത്തിന് പ്രസാദമായത് ചെയ്യാൻ ഈ ദിവസങ്ങൾ നമുക്കിടയാകും. അവിടുത്തെ വരവ് വാതിക്കലായി എന്ന സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ സർവശക്തനായ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ എന്നേക്കും നിലനിൽക്കുകയുള്ളൂ. ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ നമുക്കിടയാകണം. ഭൂമിയിലുള്ളതൊക്കെ ഇവിടം കൊണ്ട് തീരുമ്പോൾ നമ്മുടെയും ഉയരത്തിലുള്ളതായിരിക്കണം. ഉയരത്തിലേക്ക് എത്തുവാനാണ് നമ്മൾ ഈ ദിവസങ്ങൾ വെമ്പൽ കൊള്ളേണ്ടത്. നാശത്തിലേക്ക് പിന്മാറാനല്ല, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. അവിടുത്തെ വരവ് വേഗത്തിലാണ്. ലോകസംഭവങ്ങൾ അതിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിവർന്ന തലകളെ ഉയർത്തും. നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ നമുക്കിടയാവണം. ഓടിയതും അധ്വാനിച്ചതും ഇത്രയും നാൾ വിശ്വാസത്തിന് വേണ്ടി നിന്നിട്ട് കൈവിടപ്പെട്ടു പോയാൽ യാതൊരു കാര്യമില്ല. ആകയാൽ ബിരുദ പ്രാപിക്കാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ ഓടാൻ നമുക്കിടയാവണം. സാക്ഷ്യവാക്യം 3:6 വാക്യം സുപരിതമാണല്ലോ. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സ്തോത്രം. അപ്പൊ അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കും. യഹോവയിൽ മാത്രമേ ആശ്രയിക്കാവൂ. മനുഷ്യനെ ആശ്രയിച്ചത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനും അരുതെന്ന് വചനം പറയുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. വരൾച്ചയുള്ള കാലത്തും അതിന്റെ ഇല പച്ചയായിരിക്കും. സ്തോത്രം. ഉഷ്ണം തട്ടത്തില്ലെന്നല്ല, തട്ടും. വരൾച്ച വരത്തില്ലെന്ന് വരും, പക്ഷേ അതിനൊന്നും സംഭവിക്കത്തില്ല. കാരണം ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു ഫലമാണ്. വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം വലിച്ചു കുടിക്കും. പരിശുദ്ധാത്മാവാകുന്ന നദിക്കകത്തേക്ക് ഇന്നു പകൽ ഇറങ്ങാൻ തയ്യാറായാൽ, വരൾച്ച വന്നാലും ഉഷ്ണം തട്ടിയാലും കഷ്ടതയുടെ തീച്ചൂളയുടെ നടുവിലൂടെ നടന്നാലും വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി അറിഞ്ഞ് പുറത്തു വരും എന്നുള്ളതിന് സംശയമില്ല. ഒന്നാമത്തെ കാര്യം, യഹോവയിൽ ആശ്രയിക്കണം പൂർണ്ണ ഹൃദയത്തോടെ. ഇതർത്ഥം പകുതി ദൈവത്തിലും പകുതി മറ്റുള്ളിടത്തും ആശ്രയിക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ
യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുവാനാണ് 37 സംഘത്തിൽ പറയുക. യഹോവയിൽ തന്നെ. എല്ലായിടത്തും പോയി രസിച്ചിട്ട് യഹോവയിലും രസിക്കാനല്ല, യഹോവയിൽ തന്നെ. നിന്റെ വഴി യഹോവയെ തന്നെ ഫലമേൽപ്പിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ ദൈവപ്രവൃത്തി വരുമോ. നമ്മൾ ചെയ്യാവുന്നതെല്ലാം ചെയ്ത് പരാജയപ്പെട്ടിട്ടല്ലേ ദൈവത്തിന്റെ അടുക്കൽ വരുന്നത്. അങ്ങനെയല്ല. ആദ്യം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കൂ, ദൈവസന്നിധിയിൽ വിഷയങ്ങൾ കൊണ്ടുവരൂ, ദൈവത്തെ വഴി പരമേൽപ്പിക്കൂ. ശ്രദ്ധിക്കണമേ, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അടുത്ത നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ജ്ഞാനത്തിലും കഴിവിലും അറിവിലും വിദ്യാഭ്യാസത്തിലും എക്സ്പീരിയൻസുകളൊക്കെ ഒന്ന് മാറ്റിവെക്കണം. എക്സ്പീരിയൻസ് പരാജയപ്പെടുന്നിടത്തും, പണം പരാജയപ്പെടുന്നിടത്തും, മെഡിസിൻ പരാജയപ്പെടുന്നിടത്തും വിശ്വാസം ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. സ്തോത്രം. പലയിടത്ത് പോയി ആ മനുഷ്യൻ പരാജയപ്പെട്ടതല്ലേ, പക്ഷെ വിശ്വസിക്കുക മാത്രം. ചിലയിടത്ത് മരുന്ന് ഫലിക്കത്തില്ല, വിശ്വാസം മാത്രമേ ഫലിക്കൂ. സ്തോത്രം, സ്തോത്രം. ഇവിടെ പറയുന്ന സ്വന്തം വിവേകത്തിൽ കണക്കൂട്ടലുകൾ സഹോദരങ്ങളെ മാറ്റിവെക്കൂ. പരിധിയും പരിമിതിയില്ലാത്ത ദൈവത്തിന്റെ കരം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ദൈവ സാന്നിധ്യം വ്യക്തമായി അറിയാൻ ഇടയാവണം. അടുത്തത്, എന്നിട്ടാണ് പറയുന്നത്, നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളണം. മൂന്നാമത്തെ കാര്യം, പോകുന്ന വഴിയിലൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തെ നനയ്ക്കണം, ദൈവത്തെ പറ്റി ചിന്തിക്കണം. ദൈവമേ, അങ്ങേക്ക് കഴിയുമെന്ന് പറയണം, തുറക്കാൻ കഴിയുമെന്ന് പറയണം, വിടുവിക്കാൻ കഴിയുമെന്ന് പറയണം, സൗഖ്യമാക്കാൻ കഴിയുമെന്ന് പറയണം, തിരിച്ചു വരുത്താൻ കഴിയുമെന്ന് പറയണം, കരുതാൻ കഴിയുമെന്ന് പറയണം, ഉയർത്താൻ കഴിയുമെന്ന് പറയണം, നിവർത്താൻ. ദൈവത്തിന് മുഴുവൻ പ്രാധാന്യം കൊടുക്കണം. എല്ലാ വഴികളിലും ദൈവത്തെ ഒന്ന് നനയ്ക്കണം, ദൈവത്തെ പറ്റി ചിന്തിക്കണം, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം, ദൈവത്തെ മുൻനിർത്തണം. അങ്ങനെയുള്ളവരോടാണ് ദൂത്, അവൻ നിന്റെ പാതകളെ നേരെയാക്കും, നിന്റെ കാലുകൾക്ക് ഇടക്കം വരുത്തില്ല. നടക്കുമ്പോൾ നിന്റെ കാലിന് ഇടുക്കം വരില്ല, വിശാലമായി നീ നടക്കും. ഓടുമ്പോൾ നീ ഇടറിപ്പോയില്ല, കുഴഞ്ഞു വീഴില്ല, തളരില്ല, ക്ഷീണിച്ചില്ല എന്ന് പറയത്തക്ക രീതിയിൽ കുതിരകളോടുകൂടെ മത്സരിച്ചോടുമ്പോ ക്ഷീണിക്കാതിരിക്കണമെങ്കിൽ വഴികളെ ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ നനച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുമ്പോൾ പാതകളെ നേരെയാക്കുന്ന, പാതകൾക്ക് മുമ്പിൽ വരുന്ന ദുർഘടങ്ങളെ നിരപ്പാക്കാൻ ദൈവം നമുക്ക് മുമ്പായി ദൂതനെ അയക്കും. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് താമ്രക്കഥകളെ തകർത്തുകളെയും, ഇരുട്ടിലുള്ള നിക്ഷേപങ്ങൾ, മറഞ്ഞുകിടക്കുന്ന ഗുപ്തനിധികളെ നിന്റെ കയ്യിലേക്ക് തരാൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെടും. നിന്റെ പാതകളെ നേരെയാക്കും. സകല ദുഷ്ടശക്തികളെയും തകർത്തുകൊണ്ട് ദൈവം ജയം നൽകണമോ, ഈ ദിവസങ്ങളിൽ ദൈവത്തെ നനയ്ക്കണം, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കണം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സ്വന്തം വഴികളിൽ നടക്കരുത്. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകുമെങ്കിൽ ഈ ദിവസങ്ങളിൽ അസാധാരണമായ പ്രവൃത്തി നടക്കും. ദൈവമഹത്വം ഇറങ്ങും, വിടുതലുകൾ വ്യാപരിക്കും. ഇതുവരെ കാണാത്ത വഴികൾ, ഇതുവരെ പോയിട്ടില്ലാത്ത വഴികൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കരുതലുകൾ ഇന്ന് പ്രഭാതത്തിലും സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. വഴി ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിന്റെ പാതകൾ നേരെയാക്കുന്നവന്റെ മുമ്പാകെ സമർപ്പിക്കുക. നിന്റെ തലമുറകൾക്ക് വേണ്ടി കരുതാൻ ദൈവത്തിന് കഴിയും. നിന്നെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ കുടുംബത്തെ അസ്വസ്ഥത നിന്ന് വിടുവിക്കാൻ ദൈവത്തിന് കഴിയും. നാളുകളായി നീറിപ്പോകുന്ന വിഷയത്തെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവന്റെ കരം ഇന്ന് പകലിറങ്ങിയ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തിട്ട് പറ, ഞങ്ങൾ സ്വന്തം വിവേകത്തിൽ ഊന്നത്തില്ല, ഞങ്ങളുടെ വഴികളെല്ലാം ദൈവത്തിൽ പരമേൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ഇറങ്ങട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ എല്ലാ വഴികളിലും അങ്ങേ നനയ്ക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങനെ ആശ്രയിപ്പാൻ, സ്വന്തം വിവേകത്തിലൂന്നാതെ കർത്താവേ, ഞങ്ങളുടെ പാതകളെ നേരെയാക്കുന്ന, ഞങ്ങളുടെ വഴികളുടെ കുറവ് തീർക്കുന്ന, ഞങ്ങളുടെ കാലുകൾക്ക് ശക്തി നൽകുന്ന, ഞങ്ങളെ കരുത്തോടെ നടത്തുന്ന,
വഴിയില്ലാത്തടത്ത് വഴി കാണിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്നും പകൽ ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. മുഴുവൻ മഹത്വം അങ്ങേക്ക് കൊടുക്കാൻ, ഞങ്ങളുടെ എല്ലാ വഴികളിലും അങ്ങയെ ധ്യാനിപ്പാൻ, അങ്ങേക്ക് പ്രാധാന്യം കൊടുക്കാൻ, കർത്താവ് ഞങ്ങളുടെ മഹത്വത്തിന് വേണ്ടി ശക്തിയോടെ നിലകൊള്ളാൻ അവിടുത്തെ ജനത്തെ ഇടയാക്കുന്നതിന് സ്തോത്രം. ഇന്ന് പകൽ നൽകുന്ന വലിയ വിടുതലുകൾക്ക് സ്തോത്രം, ദൈവപ്രവൃത്തിക്ക് സ്തോത്രം, ദൈവ സാന്നിധ്യത്തിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പോട്ടു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവം, നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവം, നമ്മുടെ ദൈവം വഴി തുറക്കുന്ന ദൈവം, പാതകളെ നേരെയാക്കുന്ന ദൈവം. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തേഷൻ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിച്ചു മാറ്റി.